നോക്കണേ, സതീശ മേനോൻ മുഖ്യമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിയുടെ വീട് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. നേരത്തെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട് എങ്ങനെയാണോ തുറന്നിട്ടിരുന്നത് അതുപോലെ തന്നെ സതീശനും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ വരണമെന്നല്ല, നേരെ വീട്ടിലേക്ക് വരൂ എന്ന രീതിയിൽ സമയം അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡീലായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ മൗദൂദി മാപ്രകൾക്ക് ആ ഒരു ക്ഷണവും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും കണ്ടിട്ട് ഒരു കുരുപൊട്ടലുമില്ല? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുമുണ്ട്. ബിനുരാജാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി.ഡി. സതീശന്റെ പ്രധാനമന്ത്രിയുമായുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രധാനമന്ത്രിയുടെ വസതിയിൽ, ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, മുമ്പ് ഇതേ സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് അമിത്ഷായെ ഡൽഹിയിൽ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലാണ് കാണാൻ അനുമതി കൊടുത്തത്. അന്ന് ഇതേ കോൺഗ്രസ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ അറിയണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഒരു തെറ്റുള്ള കാര്യമല്ല ആഭ്യന്തരമന്ത്രി കാണുന്നത്. പക്ഷെ കൂടിക്കാഴ്ച എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അമിത്ഷായുടെ വീട്ടിൽ. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ വീട്ടിൽ അമിത്ഷാ കണ്ട ഏക മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. വാട്ട് ഈസ് ദ അജണ്ട? എന്താണ് അജണ്ട? മേനോൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയാൽ സാധാരണ അത് ശാഖയിലെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിനടുത്ത് പോയി തൊഴുതു വണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടും മൗദൂദികൾക്ക് കുരുപൊട്ടിയില്ല. കോൺഗ്രസുകാർക്ക് അതിൽ സംശയമുണ്ടായിരുന്നില്ല. ഡീലാണെന്ന് ആർക്കും പറയേണ്ട കാര്യവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ PM ശ്രീയിൽ ഒപ്പിടാതെ കോടിക്കണക്കിന് രൂപ മേനോൻ സർക്കാരിന് അനുവദിച്ചു കൊടുത്തതും ഡീലല്ല. ഇത്രയും കാലം ഫണ്ട് കൊടുക്കാതെ പല കാര്യങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിയതെല്ലാം വളരെ പെട്ടെന്ന് അനുവദിച്ചു വരുന്നതിന്റെ വിസ്മയവും ഈ നാട്ടിൽ ചിലരെ ഒന്നും അത്ഭുതപ്പെടുത്തുന്നില്ല. ആ മീഡിയ വണ്ണിലെ ദാവൂദിനെയൊക്കെ കാണുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഇപ്പോൾ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നില്ലേ? കാര്യം ഒരക്ഷരത്തിലും അഭിപ്രായമില്ലല്ലോ. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നത് പോലെയല്ലേ? നേരത്തെ സകലതും ഡീലിന്റെ ഭാഗമായിരുന്നു. ഇപ്പോ ചോദിക്കേണ്ട താമസം. ഉടനടി വീടിന്റെ ഡോർ തന്നെ മലർക്കെ തുറന്നിടുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാലേ ഫണ്ട് തരൂ എന്ന് വാശി പിടിച്ചവർ ഒപ്പുപോലും ഇടാതെ ആ ഫണ്ടുകളൊക്കെ നിർബാധം കൊടുക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് തിരികെ കയറ്റിയിരിക്കുന്ന സംഘപരിവാർ മനോഭാവമുള്ള കൂലിയെഴുത്തുകാരെ കുറിച്ചൊക്കെ ഇനിയെങ്കിലും ഈ നാടൊന്നു മനസ്സിലാക്കണം. കാര്യം യഥാർത്ഥ ഡീല് നടത്തുന്നവർ, യഥാർത്ഥ മോഷണക്കാർ മോഷ്ടിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ ചൂണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ അത് ഏറ്റുപാടിയ മാധ്യമങ്ങൾ യഥാർത്ഥ ഡീൽ നടക്കുന്ന ഇടത്തു പോയി നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു അസ്വാഭാവികതയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ വഴിതെറ്റിക്കുന്നത് ആ കോക്കസ് ഗ്രൂപ്പാണ്. ഇവിടെ വേണ്ടത് റിയൽ ഭരണങ്ങളല്ല, റീൽ ഭരണങ്ങളാണ്. അവനവന്റെ കുടുംബത്തിനും അവനവന്റെ കീശയിലും അവനവന്റെ ആൾക്കാർക്കും ഗുണമുണ്ടാകുന്ന ഫലമുണ്ടാകുന്ന ഭരണം. അതിന് ഈ കോക്കസ് ഗ്രൂപ്പുകളെല്ലാം കൂടി കേരളത്തിൽ വലിയ ഗൂഢാലോചനയിലൂടെ ഭരണ അട്ടിമറി നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത്.